പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 26-ാം തീയതി രാത്രി 10 മണിക്ക് സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ തൃശ്ശൂരിൽ നിന്ന് വന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവും കൂടി അനധികൃതമായി തടയുകയും ആ ഡ്രൈവറോട് പ്രകോപനപരമായി പെരുമാറുകയും ആ വണ്ടിയിൽ നിന്ന് ഉള്ള യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്ത സംഭവം അതിപ്പോഴും കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് എരിഞ്ഞമരുന്നില്ല, അതിപ്പോഴും കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തുള്ള ഏറ്റവും പുതിയ സംഭവവികാസമെന്ന് പറയുന്നത്, ആ ഡ്രൈവർ തൃശ്ശൂരിൽ നിന്ന് ആ വണ്ടി ഇങ്ങോട്ട് ഓടിക്കുന്നതിനിടയിൽ ഏതാണ്ട് 1 മണിക്കൂറോളം അദ്ദേഹം ഫോൺ സംഭാഷണം നടത്തിയെന്നും അത് നിയമവിരുദ്ധമാണെന്നുമൊക്കെയുള്ള നിലയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ഡ്രൈവറുടെ ലൈസൻസ് ക്യാൻസലാക്കാനുള്ള നീക്കം നടക്കുന്നു. അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് ഇപ്പോൾ തന്നെ ഏതാണ്ട് മാറ്റി നിർത്തി എന്നാണ് അറിയുന്നത്. അതിനിടയിൽ കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഈ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനും എതിരായിട്ട് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യദു എന്ന് പറഞ്ഞ ഡ്രൈവർക്കെതിരെ ആര്യ രാജേന്ദ്രൻ പോലീസിൽ പരാതിപ്പെടുകയും യദുവിനെതിരെ കേസെടുക്കുകയും ചെയ്തു. എന്നാൽ യദു കൊടുത്ത പരാതിക്ക് മേൽ ഈ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനും എതിരായി കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. അതിനെ തുടർന്ന് ഏതോ ഒരു പൊതുപ്രവർത്തകൻ കോടതിയിലേക്ക് പോവുകയും കോടതി ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ കേസെടുക്കണം എന്ന് തമ്പാനൂർ പോലീസിനോട് ആവശ്യപ്പെടുകയും തമ്പാനൂർ പോലീസ് അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഈ ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെട്ടേക്കാം, അയാൾക്കെതിരെ കൂടുതൽ ശിക്ഷണ നടപടികളുണ്ടായേക്കാം. അതോടൊപ്പം തന്നെ അയാളൊരു വൃത്തികെട്ടവനും നീചനും നിഷ്ഠൂരനുമാണ് എന്ന് കാണിക്കുന്ന നിലയിലുള്ള വലിയ തോതിലുള്ള സൈബർ ആക്രമണം ഈ CPMൻ്റെ ഈ അടിമകളിൽ നിന്ന് അയാൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു സംഭവവികാസം. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വിഷയത്തിൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനുള്ള പങ്കിനെ കുറിച്ചിട്ടാണ്. സുഹൃത്തുക്കളെ, ഗണേഷ് കുമാർ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഗതാഗത മന്ത്രിയായി നിയമിതനായത്. അതിനെ തുടർന്ന് അദ്ദേഹം എന്തോ നീതിയുടെ കാവലാളാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ കയ്യാളുകളോ നടത്തുന്ന സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകളിലൂടെയും യൂട്യൂബുകളിലൂടെയുമൊക്കെ അദ്ദേഹം എന്തോ വലിയ ജനകീയനാണെന്നും ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നതെന്നും KSRTCയിൽ അദ്ദേഹം എന്തോ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണെന്നും ഒക്കെ തോന്നിപ്പിക്കുന്ന നിലയിലുള്ള വലിയ പ്രചരണം അദ്ദേഹം പ്രൊമോട്ട് ചെയ്ത് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ച് യൂട്യൂബിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അദ്ദേഹം ആരായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്തായിരുന്നു എന്നും ഞാനിവിടെ നിങ്ങളോട് വിളമ്പുന്നില്ല. പക്ഷേ എന്തായാലും ചില കാര്യങ്ങൾ പറയാൻ നിവൃത്തിയില്ല. സ്വന്തം ഭാര്യയുമായി അയാൾക്കുണ്ടായിരുന്ന പ്രശ്നം നമ്മളത് ഓർമ്മയുണ്ട്. പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് പരാതി കൊടുത്ത അയാൾ സ്വന്തം ഭാര്യയെ മർദ്ദിച്ച് അവശയാക്കുകയൊക്കെ ചെയ്തിട്ട് സ്വതമേ തന്നെ തൻ്റെ മുഖത്ത് പരിക്കുണ്ടാക്കിയിട്ട് അത് ഭാര്യ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്ത ഒരാളാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ സോളാർ പരാതിക്കാരിയുമായിട്ടുള്ള അയാളുടെ ബന്ധം അത് ആ CBI റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. അവരെ പലതവണ പരിചയപ്പെടുകയും ബന്ധപ്പെടുകയും ചെയ്തു എന്നും അവർ ഇയാളിൽ ഗർഭിണിയായെന്നും അത് ഇയാളുടെ മാതാവിനറിയാമായിരുന്നു എന്നൊക്കെയുള്ള കാര്യം CBI റിപ്പോർട്ടിൽ വന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ മഹാനായ VS അച്യുതാനന്ദനെ കാമഭ്രാന്തൻ എന്ന് ഇയാൾ വിളിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇയാളുടെ പൂർവ്വകാലം എന്തായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അതെല്ലാം തേച്ചു മാച്ച് കളഞ്ഞ് അതെല്ലാം കഴുകിക്കളഞ്ഞ് അദ്ദേഹം വലിയ സാത്വികനായിട്ടുള്ള മനുഷ്യനാണെന്നും അദ്ദേഹം എന്തോ നന്മ ചെയ്യാൻ പോകുന്ന ആളാണെന്നും ശരിയുടെ കാവലാണ്, സത്യത്തിൻ്റെ കാവലാളാണെന്നും നമുക്ക് തോന്നിക്കുന്ന നിലയിലുള്ള പ്രചരണം അയാൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ യദുവും ആര്യ രാജേന്ദ്രനും ഒക്കെ ഉൾപ്പെടുന്ന ഈ വിഷയത്തിൽ അയാളെടുക്കുന്ന സമീപനം എന്താണ് എന്നൊന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ശ്രമിക്കാറുള്ളത്. ഈ വിഷയത്തിലും സത്യത്തിനും നീതിക്കും വേണ്ടിയാണ് താൻ നിൽക്കുന്നത് എന്നുള്ള ഒരു ധാരണ പ്രതിച്ഛായ വരുത്തുന്നതിന് വേണ്ടിയിട്ട് അയാൾ ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാം. ഏറ്റവും അവസാനം ഞാൻ അയാളുടെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് അയാൾ 2 ഭാഗത്തെ ന്യായീകരിക്കുന്നത് കണ്ടു. ഡ്രൈവറിനെ പൂർണ്ണമായി തള്ളിപ്പറയാതിരിക്കുന്നു, എന്നാൽ ആര്യ രാജേന്ദ്രൻ്റെ കാര്യത്തിലും അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാഞ്ഞും ചരിഞ്ഞ് നിന്നുകൊണ്ട് തൻ്റെ പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടിയിട്ട് അയാൾ നടത്തുന്ന ശ്രമങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണാനിടയായി. സുഹൃത്തുക്കളെ, ഈ വിഷയത്തിൽ അയാളെടുത്ത നിലപാടെന്താ? നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അയാളെന്തോ ഈ വിഷയത്തിൽ എന്തോ നീതിക്ക് വേണ്ടി ശ്രമിക്കുകയാണെന്നും ഈ ഡ്രൈവർ ചെയ്ത കാര്യങ്ങൾ ശരിയാണെന്ന് അയാൾ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ ഉള്ള നിലയിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാനതിനോടൊന്നും യോജിക്കുന്നില്ല. ഞാനതിനോട് പൂർണ്ണമായും വിയോജിക്കുകയാണ് ചെയ്യുന്നത്. ഇയാൾ ഒരു ഇരട്ടത്താപ്പുകാരനാണ്, പൂർണ്ണമായൊരു ഇരട്ടത്താപ്പുകാരനാണ് എന്ന്
സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, 2024 ഈ പറഞ്ഞതുപോലെ ഏപ്രിൽ 27-ാം തീയതിയാണല്ലോ ഈ സംഭവം, 26-ാം തീയതി രാത്രിയാണല്ലോ ഈ സംഭവം നടക്കുന്നത്. അതായത് ഇലക്ഷൻ അന്ന് രാത്രി 10 മണിക്ക് യേതു എന്ന് പറഞ്ഞ ഡ്രൈവർ തൃശ്ശൂരിൽ നിന്ന് ഓടിച്ചു കൊണ്ടുവന്ന സൂപ്പർ ഫാസ്റ്റ് തിരുവനന്തപുരം നഗരഹൃദയത്തിൽ സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് മേയർ ആര്യ രാജേന്ദ്രൻ അവരുടെ ഭർത്താവും സഞ്ചരിച്ചിരുന്ന കാർ ആ ബസ്സിന് കുറുകെ കൊണ്ടിട്ട് ആ ബസ് തടയുകയും അതിനെ തുടർന്ന് ഡ്രൈവറോട് പ്രകോപനപരമായി സംസാരിക്കുകയും ആ ബസ്സിൽ നിന്നുള്ളവരെല്ലാം ഇറക്കി വിടുകയും ആ ബസ്സിൽ ഈ വിഷയം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുടെ അടുത്ത് അത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു എന്നുള്ളതായിരുന്നല്ലോ ഇവരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയം. ആ വിഷയത്തിൽ പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു, മെമ്മറി ചിപ്പ് കാണാതെ പോയി. പിന്നീട് നടന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. സുഹൃത്തുക്കളെ, അതിൽ ഈ ഗതാഗത മന്ത്രിയുടെ റോൾ എന്തായിരുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഗതാഗത മന്ത്രി 2 ദിവസം കഴിഞ്ഞപ്പോൾ രംഗത്ത് വരുന്നു. രംഗത്ത് വന്നിട്ട് താനെന്തോ റിപ്പോർട്ട് ചോദിച്ചു എന്ന് പറയുന്നു. ആദ്യം ഈ ഡ്രൈവർക്ക് വേണ്ടിയാണ് അദ്ദേഹം നിന്ന് തോന്നിക്കുന്ന നിലയിൽ അദ്ദേഹം പെരുമാറുന്നു. അദ്ദേഹം ഈ ആര്യ രാജേന്ദ്രൻ്റെ വാദഗതി കേൾക്കാതെ പിന്നെ യാത്രക്കാരുടെ കൂടി വാദഗതി കേട്ടിട്ടാണ് തീരുമാനിച്ചതെന്നൊക്കെയുള്ള നിലയിലുള്ള വർത്തമാനങ്ങളൊക്കെ വരുന്നു. എന്തായാലും ഇതിനകത്തെന്തോ നീതി പുറത്തു കൊണ്ടുവരാൻ, ശരി പുറത്തു കൊണ്ടുവരാൻ ഈ ഗതാഗത മന്ത്രി ശ്രമിക്കുന്നു എന്നുള്ള നിലയിലുള്ള വിശദാംശങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഇയാളുടെ ഇതിനകത്തുള്ള ഇൻവോൾവ്മെൻറ്റ്? എന്താണ് ഇയാൾ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇയാൾ ചെയ്തത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ആദ്യം ആലോചിക്കാവുന്നൊരു കാര്യം എന്താ, ഇയാൾ എന്തായിരുന്നു ഇതിനകത്ത് ഗതാഗത മന്ത്രി ഈ വിഷയത്തിൽ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? അത് അയാൾ ചെയ്തിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ആദ്യമായി പരിശോധിക്കേണ്ടത്. 26-ാം തീയതി രാത്രി 10 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. 26-ാം തീയതി രാത്രി തന്നെ ഗതാഗത മന്ത്രി എന്നുള്ള നിലയിൽ ഗണേഷ് കുമാറിൻ്റെ ചെവിയിൽ ഈ സംഭവം എത്തിയിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണല്ലോ. മേയർ ആര്യ രാജേന്ദ്രൻ അദ്ദേഹത്തെ വിളിച്ചറിയിക്കാതിരിക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണല്ലോ. സ്വാഭാവികമായും അങ്ങനെ ഒരു വിവരം കിട്ടുമ്പോൾ ഇയാൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? ഇയാൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അവിടെ ഇങ്ങനൊരു സംഭവം നടന്നോ, ആ സംഭവം നടന്നെങ്കിൽ അതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിഷ്പക്ഷമായി അന്വേഷിക്കാനുള്ള നടപടി അപ്പോൾ തന്നെ അയാൾ എടുക്കേണ്ടതായിരുന്നില്ലേ? അവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് KSRTCയുടെ വിജിലൻസിനെ കൊണ്ട് അപ്പോൾ തന്നെ അയാൾക്ക് അന്വേഷിപ്പിക്കാമായിരുന്നല്ലോ. പോലീസ് ഈ വിഷയം പോലീസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇതിലേതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ഗതാഗത മന്ത്രിക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാമായിരുന്നു. അതിനുള്ള ഒരു ശ്രമവും ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ട്രാഫിക് നിയമങ്ങൾ ഇതിനകത്ത് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഉറപ്പായിരുന്നു. അതിൽ നടപടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഇയാൾക്ക് നടത്താമായിരുന്നു. കാരണം ട്രാൻസ്പോർട്ട് കമ്മീഷണറൊക്കെ ഈ മന്ത്രിയുടെ നിയന്ത്രണത്തിലാണ്. അതിനുള്ള ഒരു ശ്രമവും അയാൾ നടത്തിയില്ല, അനങ്ങിയില്ല അയാൾ. എന്ന് മാത്രമല്ല, ഈ വണ്ടിക്കകത്ത് മെമ്മറി കാർഡുണ്ട് എന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന മന്ത്രിക്കല്ലേ? ഈ വണ്ടിക്കകത്ത് CCTV ക്യാമറകളുണ്ട് എന്നറിയാവുന്ന മന്ത്രിക്കല്ലേ? അത് മന്ത്രി വന്നതിന് ശേഷം നടത്തിയൊരു പരിഷ്കാരമാണെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ബസ്സിനകത്ത് നടന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ബസ്സിലെ CCTV ക്യാമറയും അത് സൂക്ഷിച്ചിരിക്കുന്ന മെമ്മറി ചിപ്പുമാണെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഈ മന്ത്രിക്കല്ലേ? അപ്പോൾ ശരി പുറത്തു വരണം എന്ന് ആഗ്രഹിച്ചിരുന്നു ഈ മന്ത്രിയെങ്കിൽ മന്ത്രി എന്നായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? 26-ാം തീയതി രാത്രി തന്നെ ഈ ബസ് സേഫ് കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമമായിരുന്നില്ലേ മന്ത്രി നടക്കേണ്ടിയിരുന്നത്? 26-ാം തീയതി തന്നെ ഈ ബസ് സേഫ് കസ്റ്റഡിയിലെടുത്തിരുന്നുവെങ്കിൽ ഈ ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടപ്പെടുമായിരുന്നോ? മന്ത്രി എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഈ വണ്ടി സേഫ് കസ്റ്റഡിയിലെടുക്കുകയും ആ വണ്ടിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ആ മെമ്മറി ചിപ്പ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയും അത് സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചു വെക്കുകയും ആ മെമ്മറി ചിപ്പ് ഉടനെ തന്നെ പോലീസിന് കൈമാറുകയുമായിരുന്നില്ലേ മന്ത്രി KSRTCയിലെ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് ചെയ്യേണ്ടിയിരുന്നത്? എന്നിട്ട് ആ മെമ്മറി ചിപ്പാണല്ലോ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ആ തെളിവ് നശിപ്പിക്കപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തി ആ തെളിവും കൂടെ വെച്ചുകൊണ്ട് ഈ കാര്യം ഔദ്യോഗികമായി പോലീസിനെ അറിയിക്കുകയും ഏൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നില്ലേ മന്ത്രി ചെയ്യേണ്ടിയിരുന്നത്? അയാളത് ചെയ്തോ? ചെയ്തില്ല. 26-ാം തീയതി രാത്രി ഇത് സംഭവിച്ചു. 29-ാം തീയതി 30-ാം തീയതി എങ്ങാണ്ടാണ് ഈ ബസ്സിൽ നിന്ന് മെമ്മറി ചിപ്പ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള വിവരം നമുക്ക് കിട്ടുന്നത്. അതിനിടയിൽ ഈ ബസ് വീണ്ടും ട്രിപ്പ് പോയി. അതിനിടയ്ക്ക് തൽപര കക്ഷികൾ ആരോ വന്ന് ഈ മെമ്മറി ചിപ്പ് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോയി. ആ സമയം വരെ ഈ മന്ത്രി ഏത് മാളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ? മന്ത്രി എന്തുകൊണ്ട് 27-ാം തീയതി തന്നെ ഉടനടി തന്നെ ഇത് പോലീസ് കേസെടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസിൽ ഇത് അറിയിച്ചില്ല?
അപ്പോൾ മന്ത്രിയുടെ ഇതിനകത്തെ നിലപാട് സുതാര്യമല്ല എന്നുള്ളത് വ്യക്തമല്ലേ? മന്ത്രിയുടെ ലക്ഷ്യമെന്തായിരുന്നു? താൻ ഇതിനകത്ത് നീതിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിയതെന്ന് പൊതുമണ്ഡലത്തെ ബോധ്യപ്പെടുത്തുക, എന്നാൽ പുറകിൽ കൂടി മേയറുടെയും MLA-യുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുക. ഇതായിരുന്നു അയാളുടെ ലക്ഷ്യമെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ 2 ദിവസം ഇയാൾ അനങ്ങാമ്പറ നയം സ്വീകരിച്ചത്. ഇപ്പോൾ ഇയാൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും തത്തിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുമില്ല ഇവിടെയുമില്ല എന്നുള്ള രീതിയിൽ ഇയാൾ തത്തിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡ്രൈവറെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളല്ലേ? ആ ശ്രമങ്ങളിൽ അയാൾ ഡ്രൈവറെ സംരക്ഷിക്കുന്നുണ്ടോ? അയാൾ ഡ്രൈവറുടെ സംരക്ഷകനായി വരുന്നുണ്ടോ? ഡ്രൈവർക്കെതിരായി പോലീസ് റിപ്പോർട്ട് ഇപ്പോൾ വരികയല്ലേ? അതിൽ ഇയാൾ എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത്? ഒരു നിലപാടും അയാൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം എന്താ? ഇയാൾ എക്കാലത്തെയും പോലെ പൊതുമണ്ഡലത്തിൽ താൻ നീതിക്ക് വേണ്ടി നിൽക്കുകയാണ് എന്നുള്ള ഒരു തെറ്റായ ധാരണ പരത്തുക. ആ പരത്തിയിട്ട് പുറകിൽ കൂടി ഇതിൽ തെറ്റ് ചെയ്തവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അതാണ് ഗണേഷ് കുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ശ്രമം ഗണേഷ് കുമാർ നടത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അയാൾ അങ്ങനെയുള്ള ഒരാളാണ്. അയാൾ ഇരട്ടത്താപ്പിൻ്റെ ആൾ രൂപമാണ്. അയാൾ സ്ഥാപിത താല്പര്യത്തിൻ്റെ ആൾ രൂപമാണ്. അയാൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരാൾ രൂപമാണ്. അതുകൊണ്ട് അത് മാത്രമേ അയാൾ ഇതിലും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഈ വിഷയത്തിൽ അയാളെ ഈ പറഞ്ഞ പോലെ നീതിയുടെ കാവലാളാക്കി ആക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങൾ തെറ്റിദ്ധാരണാജനകമാണ് എന്ന് പൊതുമണ്ഡലം മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ നീതി ജയിക്കാനുള്ള ഒരു ശ്രമങ്ങളും അയാളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നില്ല. അയാൾക്ക് അയാളുടെ പ്രതിച്ഛായ മാത്രമാണ് പ്രശ്നം. അതിനപ്പുറത്തേക്ക് നീതി ജയിക്കുക എന്നുള്ളത് അയാളുടെ നിഘണ്ടുവിലേ ഇല്ലാത്ത ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. അയാളുടെ പൂർവ്വകാല ചരിത്രം അഴുകി പുഴുത്ത് ചീഞ്ഞു നാറിയതാണ് എന്ന് പൊതുമണ്ഡലം ഒന്നുകൂടി മനസ്സിലാക്കാൻ ഈ സംഭവം കൂടി കാരണമായി എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.